കോഴിക്കോട് കോർപ്പറേഷനിലെ ഖരമാലിന്യ സംസ്കരണ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. ഇതോടെ നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ചു. പനി പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ കുത്തിവയ്പ് പോലും നൽകാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിൽ CITUവിന്റെ നേതൃത്വത്തിലാണ് ഖരമാലിന്യ സംസ്കരണ തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. 15 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ താൽക്കാലിക തൊഴിലാളികളായി നിയമിക്കുക, ശുചീകരണത്തിനാവശ്യമായ കോട്ടും ഗ്ലൗസും നൽകുക തുടങ്ങിയവയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. മാലിന്യം നീക്കം ചെയ്യപ്പെടുന്ന വീട്ടുകാർ നൽകുന്ന വരുമാനം മാത്രമാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. കോർപ്പറേഷൻ വാഹനത്തിന്റെ ചിലവ് പോലും തൊഴിലാളികൾ വഹിക്കണം. പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സമരം ചെയ്യുന്നതിനെ കുറിച്ച് തൊഴിലാളികൾ പറയുന്നത് ഇങ്ങനെ: ഇതിന്റെ എത്രയോ വലിയ രോഗികളായിട്ട് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും പലവിധ ത്വക്ക് രോഗ സംബന്ധമായ രോഗങ്ങളും പിടിപെടുന്നുണ്ട്. പിന്നെ എലിപ്പനി, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ വർഷവും 2 തൊഴിലാളികൾ ഞങ്ങൾക്ക് എലിപ്പനിയൊക്കെ ആയിട്ട് മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അധികൃതർക്ക് അറിയുന്നില്ല. സമരം നീണ്ടുപോയാൽ വരും ദിവസങ്ങളിൽ ഫ്ളാറ്റുകളിലും വീടുകളിലും താമസിക്കുന്നവർ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരും. തങ്ങളുടെ ആവശ്യം നേടിയെടുക്കും വരെ സമരം തുടരാനാണ് തൊഴിലാളികളുടെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.